എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ആ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം, നിങ്ങളെ കാണിക്കാം. ഒരു IASകാരി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കറുത്ത വർഗ്ഗക്കാരനായും മറ്റു ചില രാജ്യക്കാരനായൊക്കെയും അധിക്ഷേപിച്ചുകൊണ്ട് ഇട്ട ഒരു വീഡിയോ, ഒരു കവിത ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ നിങ്ങൾ കാണുകയും നിങ്ങൾ പറ്റുമെങ്കിൽ വിലയിരുത്തുകയും ചെയ്യണം. ഞാനിപ്പോൾ അത് കേൾപ്പിക്കാം. യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് 3 നല്ല വാദങ്ങളുണ്ട്. 1, അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. 2, അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു. 3, അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല. പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു. 2, അവൻ 32 വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. 3, അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു. പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു. 2, ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു. 3, അവൻ ഒലീവെണ്ണ ധാരാളം ഉപയോഗിച്ചു. പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല. 2, എല്ലാ സമയവും അവൻ നഗ്നപാതനായി ചുറ്റി നടന്നു. 3, അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു. ഏത് മതം? പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദം. ആരാ പറഞ്ഞേ? 1, അവൻ വിവാഹമേ കഴിച്ചില്ല. 2, അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 3, അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു. എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. ശക്തമായ വാദമാ? ഏതൊക്കെയെന്നോ പറഞ്ഞേ. 1, തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവൻ ഊട്ടേണ്ടി വന്നു. അതുകൊണ്ട് സ്ത്രീ. 2, ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3, പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു. യേശുവെന്നാൽ കേട്ടല്ലോ. യേശു ക്രിസ്തുവിനെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ IASകാരിയാണ്. ഈ IASകാരെ അറിയാമോ നിങ്ങൾക്ക്? എനിക്കറിയാം. യേശു ആരാണെന്ന് ഈ IASകാർക്ക് അറിയാവോ? യേശു കർത്തവാർക്കാരൻ ആരാ പറഞ്ഞേ? യേശുവിനെ താങ്കൾ പറഞ്ഞ രാജ്യക്കാരൻ ആരാ പറഞ്ഞേ? യേശു ചെയ്ത ത്യാഗോത്മകമായ ഒരു പ്രവൃത്തിയെ താങ്കൾ വായിച്ചിട്ടുണ്ടോ? താങ്കൾ ബൈബിൾ വായിച്ചുവെങ്കിൽ ഇത്ര നീചമായി, ഇത്ര മനസ്സ് വെറുപ്പുണ്ടാക്കത്തക്ക രീതി യേശു ക്രിസ്തുവിനെ പറ്റി പറയുമായിരുന്നോ? ബൈബിൾ ഏതെങ്കിലും ഭാഗത്ത് ഒരു ക്രൈസ്തവൻ്റെ അവൻ്റെ ഏതോ ആധികാരിക ബൈബിളാണ്. ബൈബിൾ എവിടെയെങ്കിലും ഈ IASകാരി വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? യേശു അയർലൻഡുകാരനാണ്, യേശുവിൻ്റെ രാജ്യക്കാരനാണ് എഴുതിയിട്ടുണ്ടോ? യേശു കറുത്തവർഗ്ഗക്കാരനെയും വെളുത്തവർഗ്ഗക്കാരനെയും ജാതിയെയും ഇല്ലാത്തവനെയും ഉള്ളവനെയും ഒരുപോലെ സ്നേഹിച്ചവനാണ് യേശു ക്രിസ്തു. ഇത് കർത്താവ് യേശു ക്രിസ്തു അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം എഴുതിയ കവിതയാണ്. ഇവർ IASകാരിയല്ലേ? നിങ്ങൾക്കറിയോ? നിങ്ങൾ IASകാർ. ഞങ്ങൾക്കത് പഠിത്തമില്ലാത്തതിനല്ല, ഞങ്ങൾക്ക് പഠിത്തമുണ്ട്, ഞങ്ങൾ വിദ്യാഭ്യാസമുണ്ട്. ഞങ്ങളുടെ വിദ്യാഭ്യാസവും പഠിത്തം മാറ്റി വെച്ചിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ ലജ്ജ കൂടാതെ പരസ്യങ്ങളിലും വടിയോരങ്ങളിലൊക്കെയും പ്രസംഗിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ ജ്ഞാനമില്ലാത്തത് കൊണ്ടോ പഠിപ്പില്ലാത്തത് കൊണ്ടോ അല്ല. ഞങ്ങൾക്ക് അതിനെക്കാട്ടും വലുത് യേശു ക്രിസ്തുവിൻ്റെ ത്യാഗോത്മകമായ പ്രവൃത്തിയാണ്. യേശു ഞങ്ങൾക്ക് വേണ്ടി കാൽവരി മരിച്ചു. നിങ്ങളുടെ IASകാർ, നിങ്ങളെ പഠിച്ച ആ IASും ഇപ്പോൾ എന്ത് മനസ്സിലായി? നിങ്ങൾ IASന് വില കളഞ്ഞില്ലേ? നിങ്ങൾക്ക് IASന്റെ ഒരു മഹത്വം അറിയാമായിരുന്നോ?
നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് എന്തറിയാം? ബൈബിൾ വായിച്ചുവെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുമായിരുന്നോ? യേശു പാപികളെ സ്നേഹിച്ച കഥ പറയാത്തെന്താ? യേശു രോഗികളെ സൗഖ്യമാക്കിയ കഥ വായിച്ചിട്ടില്ലേ? യേശു മനുഷ്യ ഉയർപ്പിച്ച കഥ വായിച്ചിട്ടില്ലേ? യേശു ജാതി മണ്ഡലങ്ങളെ വെട്ടിമാറ്റിയ കഥ സംഭവം വായിച്ചിട്ടില്ലേ? പ്രമാണങ്ങളെ വെട്ടിമാറ്റിയ സംഭവം വായിച്ചിട്ടില്ലേ? യേശു ക്രിസ്തു തൻ്റെ ജീവൻ പ്രാണൻ പോവോളം, രക്തം തീരുവോളം ഈ ജനതയ്ക്ക് വേണ്ടി നീ അപകീർത്തിപ്പെടുത്തിയ ഈ IS-കാരെ നിനക്കും താങ്കൾക്ക് വേണ്ടിയിട്ടും രക്തം ചിന്തി മരിച്ച സംഭവം ബൈബിൾ വായിച്ചിട്ടില്ലേ? വായിക്കാത്തതിൻ്റെ പരിജ്ഞാനക്കുറവും വായിക്കാത്തതിൻ്റെ പ്രശ്നവുമാണ് ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ എഴുതിയത്. ഇതാരോ നിന്റെ തലയ്ക്കകത്ത് പറഞ്ഞതാ. കാര്യം നിനക്ക് യേശു ക്രിസ്തുവിനെ സത്യം അറിയാത്തത് കൊണ്ട് ഏതോ വിവരം കേട്ട യേശു ക്രിസ്തുവിനെ നന്നായി അറിയാത്ത ആരോ യേശു ഇന്നതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച സംഭവം അതേപോലെ വന്ന് വിളമ്പിയതാണ് ഈ IS-കാർ നമ്പർ കിട്ടുമ്പോൾ എൻ്റെ കമൻറ്റ്സ് ബോക്സ് ഇട്ടാം. ചുമ്മാ അല്ല, വിളിച്ച് സംസാരിക്കണം എന്നൊരു വേറെ പ്രശ്നം ഉണ്ടാക്കണമെന്നില്ല. യേശു ആരാണെന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ബൈബിൾ നല്ലൊരു പുതിയ നിയമവും പഴയ നിയമം അടങ്ങിയ ബൈബിള് ഈ IS-കാരൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാം. നമ്മൾ എത്ര കൊടുത്തിരിക്കുന്നു, എത്ര ഉന്നതമാർ കൊടുത്തിരിക്കുന്നു, എത്ര ഇവിടെ കൊല്ലാൻ വന്നവന്മാർ കൊടുത്തിരിക്കുന്നു. അതൊന്നും പേടിയൊന്നുമില്ല. നിങ്ങൾ ഇവിടെ നമ്പർ ഈ IS നമ്പർ കിട്ടുമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക. എനിക്കത് വിളിക്കാനാണ്. യേശു ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. യേശു മഹത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. യേശു ഈ ലോകത്തിൻ്റെ രാജ്യത്ത് നൽകിയ സംഭാവന, ത്യാഗോത്മകമായ സംഭാവന എന്താണെന്ന് ഈ സഹോദരിക്ക് മനസ്സിലാക്കി കൊടുക്കണം. എനിക്ക് ബൈബിളിലെ റെഫറൻസ് എടുത്ത് വെച്ച് ഓരോന്ന് പറയാൻ അറിയാം. ഞാൻ ഒത്തിരി തിരക്കിനിടയിൽ ഞാൻ രാവിലെ കേട്ടപ്പോൾ സമയമില്ലാത്ത സമയത്ത് വന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. മനസ്സിലായില്ലേ? അല്ല, നിങ്ങളെപ്പോലെ എന്താ പറയുക, യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കേട്ട് കളയാൻ പറ്റില്ല. കാര്യം അത്രമാത്രം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജീവിതശൈലി മാറ്റിയവനാണ്. തകർന്നു പോകണം ഞങ്ങളെ, നഷ്ടപ്പെട്ടു പോകണം ഞങ്ങളെ, ലോകത്തിന് അതീവമായി നശിച്ചു പോകണം ഞങ്ങളെ. യേശു ക്രിസ്തു മാത്രമാണ് ഞങ്ങളെ രോഗമോ മത സംഘാർത്ഥങ്ങളോ ഇവിടുത്തെ മതാചാര്യങ്ങൾക്കോ ഒരു പുസ്തക സംഹിതകൾക്കോ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കോ ഒരൊറ്റ മനുഷ്യർക്കും ഞങ്ങളെ നന്നാക്കാൻ കഴിയാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി രക്ഷ തന്ന്, സൗജന്യം രക്ഷ തന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഞങ്ങളെ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവാണ്. അതുപോലെ ആ യേശു ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്ത കവിത എന്നുള്ള രീതിയിൽ പുറത്തിറക്കുമ്പോൾ നമ്മുടെ രക്തം തിളയ്ക്കും. കാര്യം നമുക്ക് യേശു വലുതാണ്, നമുക്ക് യേശു ജീവനാണ്. അതുകൊണ്ടാണ് നമ്മളെ കൊല്ലാൻ ഓടിക്കുമ്പോഴും തകർത്തു കളയാമെന്ന് വാദിക്കുമ്പോഴും ഞങ്ങളെ ഇപ്പം ഇടയ്ക്ക് വീഡിയോ എനിക്ക് വന്നിരിക്കുക, മരിക്കാൻ തയ്യാറായിക്കൊള്ളുമെന്ന്. മരിക്കാൻ തയ്യാറായി തന്നെ യേശു ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. അത് മുമ്പിൽ കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചതല്ലേ? മോട്ടിച്ചിട്ടും കപടം കാണിച്ചിട്ടും കൊന്നിട്ടും രാജ്യത്തിന് ദോഷം വരത്തക്ക രീതിയിൽ തെറ്റ് ചെയ്ത് ചാകുന്നതിനേക്കാളും യേശു ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിച്ച് മരിക്കുന്നത് അത് അന്തസ്സായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും ഈ IS-കാർ പറയുന്നത് തെറ്റാണ്. ഈ IS-കാർ നമ്പർ കിട്ടുമെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സ് ഇട്ട് തരിക. ഇവരെന്നെ വിളിക്കാനാണ്. ഇവർക്ക് ബൈബിൾ കൊടുക്കാൻ ആവശ്യത കൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഇവർക്ക് ഞാൻ ബൈബിൾ കൊടുത്തിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം, ഇവരെ അറിയിക്കണം. ഇത് ഒരു പ്രതികാരമോ അല്ലെങ്കിൽ അടിയോ പിടി ഉണ്ടാക്കാനല്ല, ഇത് തെറ്റാണെന്ന് ലോകത്ത് ജനം അറിയണം. ഉന്നത പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീ ഇതുപോലെ പുറത്ത് യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അത് ഏറ്റവും വേദനയാണ്, ഭാരമാണ്. നിങ്ങൾ ഷെയർ ചെയ്യുക, കേൾക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.